إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ ഒരു പുണ്യകർമ്മമാണ് ബലികർമ്മം അഥവാ ഉളഹിയ്യത്ത് എന്നുള്ളത്. അതിന്റെ ചില വശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുള്ള മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായ ചരിത്രവുമായി ബന്ധമുള്ള ഒരു ആരാധന കൂടിയാണ് യഥാർത്ഥത്തിൽ ഉളഹിയ്യത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലെ 100 മുതൽ 107 വരെയുള്ള ആയത്തുകളിൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചുരുക്കി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വളരെ പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്കൊരു സന്താനമുണ്ടാകണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹം അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം നിവർത്തുകയും ചെയ്യുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ ഒരു സ്വാലിഹായ സന്താനത്തെ നീ എനിക്കു തരണം. ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ എന്ന് മാത്രമല്ല, ദുനിയാവിന്റെ ഏത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും നിരുപാധികം മുത്തലഖൻ അല്ല ചോദിക്കേണ്ടത്, അഥവാ കണ്ടീഷനുകൾ ഉണ്ടാവും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിന്റെ ഏത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും, അത് സമ്പത്താണെങ്കിലും അതുപോലെ തന്നെ സന്താനങ്ങളാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും അതെല്ലാം ഒരു നിർണിതമായ എന്ന് പറഞ്ഞാൽ അതിലേക്കൊരു നന്മ കൂട്ടിക്കൊണ്ടാണ് ചോദിക്കേണ്ടത്.
അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് എനിക്കൊരു സന്താനത്തെ തരണം എന്നല്ല, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നീ ഒരു പിൻഗാമിയായി കൊണ്ട് തരണം. അങ്ങനെ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നല്ല വിവേകമുള്ള ഒരു സന്താനം ഞാൻ താങ്കൾക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ, അങ്ങനെ ആ സന്താനം ജനിച്ചു വളർന്നു വലുതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കാനും കൈപിടിച്ചൊക്കെ നടക്കാൻ പ്രായമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്താനത്തെ വിളിച്ചുകൊണ്ട് പറയാൻ, യാ ബുനയ്യ, അല്ല പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്, നിന്നെ ഞാൻ അറവ് നടത്തുന്നതായിക്കൊണ്ട് എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായിരിക്കുന്നു, ഞാൻ നിന്നെ അറവ് നടത്തുന്നതായിക്കൊണ്ട്. അതുകൊണ്ട് ഫൻദുർ മാദാ തറ, എന്താണ് നിന്റെ ഈ വിഷയത്തിൽ അഭിപ്രായം, നീ ഒന്ന് ചിന്തിക്ക്. ആ തീരുമാനം മാറ്റാനല്ല, ആ അള്ളാഹുവിന്റെ തീരുമാനം തന്റെ പൊന്നുമകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിയിക്കുകയാണ്. ഖാല, ആ സന്ദർഭത്തിൽ ആ മകൻ പറയുകയാണ്, യാ അബതി ഫഅൽ മാ തുഅ്മർ, അല്ല പിതാവേ, താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് താങ്കൾ നിർവഹിച്ചു കൊള്ളുക, താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമാലുക്കളിൽ ക്ഷമിക്കുന്ന ആളുകൾ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ക്ഷമിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിങ്ങൾക്കെന്നെ കണ്ടെത്താൻ സാധിച്ചേക്കും. അങ്ങനെ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ അരുമ സന്താനവും ആ ഒരു വലിയ കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹത്തിന്റെ പാർശ്വം കണക്ക് അദ്ദേഹം കടത്തുകയാണ്, അഥവാ അറക്കാൻ വേണ്ടി റെഡിയായി. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവർ രണ്ടുപേരും കീഴൊതുങ്ങി അറക്കാൻ റെഡിയായി നിന്നപ്പോഴാണ് വനദൈനഹു അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും ഖദ് സദ്ദഖ്ത റുഅ്യ, താങ്കളുടെ സ്വപ്നത്തെ താങ്കൾ സാക്ഷാത്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അറുക്കുന്നതായിക്കൊണ്ടാണ് സ്വപ്നം കണ്ടത്, പക്ഷെ അറുക്കാൻ വേണ്ടി മാനസികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മകനും തയ്യാറായതോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നാം മുഹ്സിനുകളായ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവന്റെ കൽപ്പനകളെ ഒരു നേരക്കും ലംഘിക്കാത്ത മുഹ്സിനുകളായ ആളുകൾക്ക് അങ്ങനെയാണ് നാം പ്രതിഫലം കൊടുക്കുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, യഥാർത്ഥത്തിൽ ഇത് തന്റെ സ്വന്തം മകനെ അവസാന കാലഘട്ടത്തിൽ കിട്ടിയ സ്വന്തം മകനെ കത്തിക്ക് ഇരയാക്കാൻ വേണ്ടി നടത്തിയതല്ല. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വളരെ വ്യക്തമായ ഒരു പരീക്ഷണമാകുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജയിക്കുകയും വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, നാം അദ്ദേഹത്തിന് ഒരു ബലിമൃഗത്തെ പകരമായി കൊണ്ട് നൽകുകയും ചെയ്തു. ഈ ഒരു ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉളഹിയത്ത് കർമ്മത്തിലൂടെ സഹോദരന്മാരെ നിർണയിക്കുന്നത്. എല്ലാ ഉമ്മത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉളഹിയത്തിന്റെ കർമ്മം സുന്നത്താക്കിയിരുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു മതനിയമമാക്കി കൊണ്ട് നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പൊതുവെ പലപ്പോഴും ആളുകൾ ബലിമൃഗങ്ങളെ അഥവാ മൃഗങ്ങളെ അറുക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത് എന്തൊരു ആരാധനയാണ്, ഒരു മൃഗത്തിന്റെ ചോര ചിന്തിയിട്ട് വേണോ, ഒന്നും തിരിയാത്ത ബുദ്ധിയില്ലാത്ത ഒരു മൃഗത്തെ അറുത്തുകൊണ്ടാണോ ഇസ്ലാമിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, അള്ളാഹുവിന്റെ ഒരു മനുഷ്യന് തഖ്വ ഉണ്ടാകണമെങ്കിൽ ഒരു ജീവിയുടെ ജീവൻ കളയേണ്ടതുണ്ടോ, ചോര ചിന്തേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, വസ്വാസിലാക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പിച്ചതിന്റെ പിന്നിൽ നമുക്കറിയാത്ത ഒരുപാട് ഹിക്മത്തുകളും ഒരുപാട് യുക്തികളും കാരണങ്ങളും അള്ളാഹുവിന്റെ അടുക്കലുണ്ടാകും. എല്ലാ വസ്തുവിന്റെയും എല്ലാ ഇബാദത്തുകളുടെയും കാര്യകാരണങ്ങൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും അത് ജീവികളാണെങ്കിലും അതുപോലെ തന്നെ അജീവികളാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തവയാണെങ്കിലും
ഏത് വസ്തുക്കളാണെങ്കിലും അതിന്റെ മൂലകാരണം, സൃഷ്ടിപ്പിന്റെ മൂലകാരണം എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ, ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും മനുഷ്യർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ താൽക്കാലികളും അതുപോലെ തന്നെ കന്നുകാലികളും ജീവജാലങ്ങളും മരങ്ങളും പഴങ്ങളും എല്ലാ വസ്തുവിന്റെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് മനുഷ്യനാണ്. ഈ മനുഷ്യന് വേണ്ടിയാണ് ഇവിടെയുള്ള നാൽക്കാലികളെയും ജീവജാലങ്ങളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഒരു മനുഷ്യൻ ബലികർമ്മം നടത്തിക്കഴിഞ്ഞാൽ ആ ബലിമൃഗത്തിന്റെ മാംസത്തെ ആ മനുഷ്യൻ ഭക്ഷിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്ന കൽപ്പന. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ മാത്രമേ ബലിയറുക്കാൻ പാടുള്ളൂ എന്നുകൂടി ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട്. നമുക്ക് തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങൾ വെറുതെ ചോര ചിന്തി അതിനെ കൊല്ലുക എന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഹറാമാക്കിയ കാര്യമാണ്. നമുക്ക് തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങൾ അറുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കണിശമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഫക്കുലു മിൻഹ, നിങ്ങൾ അതിൽ ഭക്ഷിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഭക്ഷണമായി കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ബലിയെ അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടുള്ളത് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദീൻ നിർദ്ദേശിക്കാൻ കാരണം. മാത്രവുമല്ല, ഇവിടെയുള്ള ജീവജാലങ്ങളെ നമുക്ക് അറുക്കാൻ പാകത്തിൽ, നമുക്ക് ഭക്ഷിക്കാൻ പാകത്തിൽ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു പടച്ചവനാണ്. കാരണം എല്ലാ ജീവജാലങ്ങളും നമുക്ക് അറുക്കാൻ കിട്ടൂല. നമുക്ക് മനുഷ്യന്മാർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒരുപാട് ജീവജാലങ്ങളും ഒരുപാട് വർഗങ്ങളും മനുഷ്യലോകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയിലുണ്ട്. വന്യജീവികളുണ്ട്. ആ വന്യജീവികളെ പിടിച്ച് അറുക്കാനല്ല അള്ളാഹു കൽപ്പിച്ചത്. കദാലിക സഖർനാഹാ ലക്കും, ആ മൃഗങ്ങളെ അള്ളാഹു അറുക്കാൻ വേണ്ടി കൽപ്പിച്ച ആട്, മാട്, ഒട്ടകങ്ങൾ എന്ന് പറയുന്ന മൃഗങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു അറുക്കാൻ പാകത്തിൽ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത ആനയെയോ അതുപോലെ തന്നെ കടുവയോ മറ്റുള്ള ജീവജാലങ്ങളെയോ ഇതൊന്നും അല്ലല്ലോ അള്ളാഹു നമ്മുടെ അറുക്കാൻ പറഞ്ഞ. കദാലിക സഖർനാഹാ ലക്കും, നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിട്ടുള്ള മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അറുക്കാൻ കഴിയുന്ന മൃഗങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അറുക്കാൻ പറഞ്ഞത്. അതൊരിക്കലും ക്രൂരതയല്ല. കാരണം എന്താ, ഈ അറിവ് നടത്താതിരുന്നാൽ എന്താണ് മൃഗങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളത് ഉത്തരേന്ത്യയിലേക്ക് പോയി നോക്കിയ ആളുകൾക്ക് മനസ്സിലാകും. അഥവാ അവിടെ പശുവിനെ ഇറക്കാൻ പാടില്ല, അതുപോലെ തന്നെ കാളനെ ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജീവജാലങ്ങൾക്കുള്ള ആ ജീവജാലങ്ങളുടെ അവസാനത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് റോഡ് സൈഡുകളിലൂടെ ഒന്ന് ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദിച്ചു തന്ന, അള്ളാഹു അറുക്കാൻ പറഞ്ഞ് ജീവജാലങ്ങൾ അറുക്കാതിരുന്നാൽ അവർ പെറ്റുപെരുകയും അവസാനം അത് സ്വയമേവ ചത്തൊടുങ്ങുന്ന ഒരവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാകാം. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എങ്ങനെയെങ്കിലും പിടിച്ചറുക്കാനല്ല, നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അതിനെ അറുക്കണമെന്നും അതിന്റെ കത്തി മൂർച്ച കൂട്ടി അറുക്കണം, അതിന് റാഹത്ത് കൊടുക്കണം, അതിന് വെള്ളം കൊടുക്കണം, അതിന് എല്ലാ ആശ്വാസം കൊടുത്തുകൊണ്ടാണ് അതിനെ അറുക്കണമെന്ന് നല്ല ഒരു ഇഹ്സാനോടുകൂടിയാണ് അതിന്റെ അറിവ് നടത്തേണ്ടത് എന്ന കൽപ്പന പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൃഗങ്ങൾ അറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അതൊരിക്കലും ഒരു ക്രൂരതയായിക്കൊണ്ട് ആരും മനസ്സിലാക്കാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ഒരു മറിമൃഗത്തെ അറുക്കുമ്പോൾ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ഒരു മനുഷ്യന്റെ ആ ബലിമൃഗത്തിന്റെ മാംസവും രക്തവുമല്ല പടച്ചറപ്പിന് ആവശ്യമുള്ളത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങൾ തഖ്വയാണ്. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലം എന്താണ്? പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽപ്പെട്ട ആളുകൾ ഉളഹിയത്ത് അറുത്തിരുന്നു. അവരും ഹജ്ജുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കാലങ്ങളിൽ ബലിമൃഗത്തെ അറുത്തിരുന്നു. ആ ബലിമൃഗത്തെ അറുക്കുകയും അതിന്റെ മാംസം അവർ ഭക്ഷിക്കാതെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും, വിഗ്രഹങ്ങൾക്ക് തിന്നാൻ കൊടുക്കും. അതിന്റെ രക്തമെടുത്ത് കഅബാലയത്തിലും അതുപോലെ തന്നെ അതിന്റെ ചുമരുകളിലൊക്കെ അവർ തളിച്ചിരുന്നു. അപ്പൊ ഇത് വിഗ്രഹങ്ങൾക്കും അവർ പ്രധാനമായി കണ്ടിരുന്ന കഅബാലയത്തിനും അവിടെ അതിന്റെ രക്തവും അതുപോലെ തന്നെ മാംസവും ഒക്കെ കൊടുക്കുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ആയത്തിറക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളുടെ ബലിമൃഗത്തിന് രക്തം ആവശ്യമില്ല, രക്തം നിങ്ങൾക്ക് ഹറാം, അത് തിന്നാൻ പാടില്ല, അത് കുടിക്കാൻ പാടില്ല, എന്നാൽ മാംസം നിങ്ങൾക്ക് തിന്നാം, ഫക്കുലു മിൻഹ. അതേ സമയത്ത് നിങ്ങൾക്ക് തിന്നുന്ന മാംസത്തിന്റെ അതല്ല അല്ലാഹുവിന് ആവശ്യം, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഇതെങ്ങനെയാണ് ഇത് തഖ്വ ഉണ്ടാകുക? ഒരു ബലിമൃഗത്തെ, ഒരു പോത്തിനെ പിടിച്ച് അറുത്താൽ എങ്ങനെ മനുഷ്യന് തഖ്വ ഉണ്ടാകാം? ആ തഖ്വ എന്ന് പറഞ്ഞാൽ അതിനാണ് സ്വന്തം പണം കൊണ്ട് അയാൾ വാങ്ങുകയും എന്നിട്ട് സഹാബത്ത് ചെയ്തതുപോലെ അതിനെ പോറ്റുകയും ആ മൃഗവുമായിക്കൊണ്ട് അവനൊരു മാനസികമായി ഇണക്കം വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും പടച്ചവന്റെ കൽപ്പന പ്രകാരം പടച്ചവൻ പറഞ്ഞ സമയത്ത് പടച്ചറബ് പറഞ്ഞ തീയതിയിൽ പടച്ചറബ് പറഞ്ഞ രൂപത്തിൽ അറുക്കുമ്പോൾ അതാണ് തഖ്വ എന്ന് പറഞ്ഞത്. അതല്ലാതെ വെറുതെ ഒരു പോത്തിനർത്ഥ തഖ്വ ഉണ്ടാകല്ല.
പോത്തിനെ സാധാരണക്കാരായ ആളുകൾ എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ പോത്തിനെ ഇറക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞു വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഒരു പ്രത്യേകമായ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ആ ബലിമൃഗത്തെ അറുക്കണം എന്ന രീതിയിൽ എല്ലാ ഉമ്മത്തുകൾക്കും നാം ഒരു ആരാധനാ കർമ്മം നിശ്ചയിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ആ തഖ്വയുടെ ഉദ്ദേശം. അഥവാ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ, അള്ളാഹു പറഞ്ഞ സമയത്ത്, അള്ളാഹു പറഞ്ഞ രീതിയിൽ ആ അള്ളാഹു പറഞ്ഞ മൃഗങ്ങളെ അറുക്കുമ്പോൾ അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കൊണ്ട് കീഴൊതുങ്ങി ആ പറഞ്ഞ സമയങ്ങളിൽ അത് നിർവഹിക്കുമ്പോഴാണ്, അതിലൂടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഖ്വ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യം. നമുക്കറിയാം, ഹജ്ജ് കർമ്മം, ഇസ്ലാമിന്റെ 5ാമത്തെ പഞ്ചകർമ്മമായ ഹജ്ജ് കർമ്മത്തിൽ അത് ഫനിസ്തത അലൈഹി സബീല, അതിന് കഴിവുള്ള ആളുകൾ ചെയ്താൽ മതി. സക്കാത്ത് ആണെങ്കിൽ കഴിവുള്ള ആളുകൾ ചെയ്താൽ മതി. നോമ്പാണെങ്കിൽ രോഗികളായ ആളുകൾക്കുള്ള ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയക്കുന്നതിൽ മുദ്ദ് കൊടുക്കാം. അതേസമയത്ത് ഇതൊന്നും ഇളവില്ലാത്തൊരു കാര്യം നിസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മത്തെ സൂചിപ്പിച്ചത്. വസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം, അതുപോലെ നിന്റെ റബ്ബിന് വേണ്ടി നീ ബലികർമ്മം അറുക്കുകയും ചെയ്യണം, ബലികർമ്മം നിർവഹിക്കണം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വൽബുദന ജഅൽനാഹാ മിൻ ശഅഇർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ അഥവാ ഉളഹിയ്യത്തിന് വേണ്ടിയുള്ള ബലിമൃഗങ്ങളെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ചിഹ്നമാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന ദീനിന്റെ ചിഹ്നമാണ്. വമൻ യുഅല്ലിം ശആയിർ അല്ലാഹ്, ആ ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞാൽ, അതിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തഖ്വയുടെ ഭാഗമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്ത് ഹജ്ജിൽ കാണാം ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ബഹീമത്തുൽ അൻആം എന്ന് അല്ലാഹു നിശ്ചയിച്ച ചില മൃഗങ്ങളിൽ നിന്ന് അല്ലാഹു നിശ്ചയിച്ച ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അതിന് അറിവ് നടത്തുക എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്കൊരു മതമായി നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല സഹോദരന്മാരെ, ഇതിന് ഉളഹിയ്യത്ത് എന്നതാണ് നമുക്ക് സാധാരണയായിക്കൊണ്ട് പേര് പറയാം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചതിന് നമ്മൾ അറിവ് നടത്താൻ അഖീഖ എന്ന് പറയും. അപ്പോൾ തന്നെ സാധാരണയായിക്കൊണ്ട് നടത്തുന്നതിന് വേറെ ചില പേരുകൾ പറയും, സദഖ എന്ന് പറയും. എന്നാൽ ഉളഹിയ്യത്ത് എന്ന് പേര് പറയാൻ എന്തുകൊണ്ടാണ് കാരണം? വഹാദ യകൂനു ദുഹാ യൗമൻ നഹരി, അഥവാ ബലികർമ്മത്തിന്റെ അന്ന്, അഥവാ ദുൽഹിജ്ജ 10 അന്ന് ദുഹാ സമയത്താണ് ഇതിന്റെ അറിവ് തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിന് ശേഷം തന്റെ നമസ്കാരത്തിന്റെ മുസല്ലിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ഉളുഹിയ്യത്ത് നിർവഹിച്ചത്. ഉളുഹിയ്യത്ത് സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ദുഹാ സമയത്താണ് പെരുന്നാൾ നിസ്കാരം തുടങ്ങുക. ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രവാചകൻ നിസ്കരിച്ച ആ ലുഹ എന്ന പദത്തിൽ നിന്നാണ് ഉളുഹിയ്യത്ത് എന്ന പദം ഉണ്ടായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഹുക്മിനെ സംബന്ധിച്ച്, എന്താണ് ഉളുഹിയ്യത്തിന്റെ വിധിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് ഖിലാഫ് ഉണ്ടെങ്കിലും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അത് കഴിവുള്ള ആളുകൾ അത് നിർബന്ധമായി കൊണ്ടും കൊടുക്കണം എന്ന് തന്നെയാണ്. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവിടേക്കാണ് ചാഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കൊണ്ടൊരു ഉരുവിനെ അറുക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ അയാൾ ഉളുഹിയ്യത്തിൽ പങ്കാളിയാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം വലിയ സമ്പന്നനൊന്നുമല്ല. പ്രവാചകൻ മിസ്കീനായ അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനൻ, നീ എന്നൊരു മിസ്കീനായിക്കൊണ്ട് ജീവിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും ഉളുഹിയ്യത്ത് നടത്താറുണ്ട്. അലി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന, അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം കഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുളഹി ബികബശൈൻ അംലഹൈനി അഖറനൈനി, നല്ല കൊമ്പുള്ള, നല്ല വെളുപ്പും കറുപ്പുമുള്ള 2 ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയറുത്തിരുന്നു. അലി റളിയല്ലാഹുവിനെ പ്രവാചകൻ ചിലപ്പോൾ ഏൽപ്പിക്കും, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ വദബഹുമാ ബിയദിഹി, തന്റെ സ്വന്തം കൈകൾ കൊണ്ട് പ്രവാചകൻ അതിനെ ബലിയറുത്തിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലാക്കി ചെയ്ത് കാണിച്ചു തന്ന ഒരു ഇബാദത്ത് കൂടിയാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. പ്രവാചകൻ നല്ല ആടിനെയാണ് അറുത്തത്. ബികബശൈൻ അംലഹൈനി അഖറനൈൻ, അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയും നല്ല ആടെന്ന് പറഞ്ഞാൽ നല്ല കൊമ്പുള്ള വെളുപ്പും കറുപ്പുമുള്ള ആട് എന്ന് പറഞ്ഞാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സൗന്ദര്യമുള്ള ആടായിരുന്നു. നല്ല മുന്തിയ തരം ഇനമാണ് പ്രവാചകൻ അറുത്തത്. മാത്രവുമല്ല അറുക്കുമ്പോൾ വൈസമി വൈക്കബ്ബർ, പ്രവാചകൻ ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അറുക്കുകയും ചെയ്തിട്ടുള്ളത്. വൈലഉരിജിലഹു അലാ സിഫാഹിഹിമ, പ്രവാചകൻ ആടിനെ കിടത്തിയിട്ടാണ് പ്രവാചകൻ അറുത്തത്. ആ കിടത്തി തന്റെ ഇടത് കാലും ആ ആടിന്റെ കഴുത്തിന്റെ ഭാഗത്ത് പ്രവാചകൻ കയറ്റി വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മറക്കുകയും ചെയ്തു. വദബഹുമാ ബിയദിഹി, പ്രവാചകൻ തന്റെ സ്വന്തം കൈകൾ കൊണ്ടാണ് ആ ആടിനെ അറുത്തത്. ഇതിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സ്വന്തം കൈകൊണ്ട് അറുത്തു എന്ന് പറഞ്ഞാൽ അന്നഹു യംബഗി ലിൽ മുളഹി അൻ യദ്ബഹ ബിയദിഹി, സ്വന്തം ഉളഹിയത്തിനെ സ്വന്തം കൈകൾ കൊണ്ട് അറുക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതാണ് ചെയ്യേണ്ടത്. സ്വന്തമായിക്കൊണ്ട് 7 ആളുകൾ ഷെയർ ഓടുന്ന ആളുകളാണെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് അറുക്കാം, എല്ലാവർക്കും കൂടി അറുക്കാൻ കഴിയില്ല. അതേസമയത്ത് അതിന്റെ ഉടമസ്ഥന്മാരിൽ ആരെങ്കിലും അറുക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാം, വനാഖുദു മിൻ ഹാദാ, ഈ ഹദീസ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അന്ന മസ്തഹ്സനഹു ബഅദു നാസ് ഫി ഹാദിൽ അയ്യാം മിൻ ഇർസാലി പിന്നെ അദ്ദബാഹി ഇലാ ജിഹാത്തിൻ ബഈദ. ഇപ്പൊ ചില ആളുകൾ, അദ്ദേഹം പറയാണ്, ചില ആളുകൾ ഒരു നല്ല കാര്യമായിക്കൊണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, അഥവാ ഉളുഹിയ്യത്തിന്റെ പൈസ വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുത്തയക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് ചില ആളുകൾ ഉത്തരേന്ത്യയിലൊക്കെ അവിടെ ഉളുഹിയ്യത്ത് ഇറക്കാൻ വേണ്ടി ഒരു ഉരുവിന്റെ പണം കൊടുത്തയക്കും. ലിതുദ്ഹബ വയതസദ്ദഖ ബിഹാ അൽ ഫുഖറാഇ വൽ മസാകീൻ, അവിടെയുള്ള മിസ്കീനന്മാർക്കും അവിടെയുള്ള ഫക്കീറന്മാർക്കും അതിന്റെ ഇറച്ചി മാംസം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഉളുഹിയ്യത്തിന്റെ പണം ആ അന്യനാടുകളിലേക്ക് മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കുക, അതൊരു നല്ല കാര്യമായി ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയും, അതൊരു അബദ്ധജടിലമായ നല്ലതായി മനസ്സിലാക്കല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം എന്തുകൊണ്ടാണ്? ലിഅന്നഹു ലൈസൽ മഖ്സൂദു മിൻ ഉളുഹിയ്യ, ഉളുഹിയ്യത്ത് അറുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അൽ ഇന്തിഫാഉ ബിൽ ലഹമി, ഇറച്ചി തിന്നൽ മാത്രമല്ല, ആ ഒരു ബലിമൃഗത്തിന്റെ ഇറച്ചി കിട്ടൽ മാത്രമല്ല ഉളുഹിയ്യത്തിന്റെ ലക്ഷ്യം. ലിഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലാ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഹു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ മാംസവും രക്തവുമല്ല ആവശ്യം. അവർ ഉളുഹിയ്യത്തിന്റെ മാംസം തിന്ന എന്നുള്ളതല്ല ഉളുഹിയ്യത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ബലിൽ മഖ്സൂദു അത്തഖറുബ് ഇലല്ലാഹി ബിദ്ദബ്ഹി, സ്വന്തമായി അറിവ് നടത്തി സ്വന്തമായി ഒരുവിനെ പോറ്റി വളർത്തി അതിനറിവ് നടത്തുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കലാണ്. മാത്രമല്ല ഫദ്ദബ്ഹു വ നഫ്സുഹു ഇബാദ, ആ അറിവും ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് പൈസ അയക്കുന്ന ആളുകൾക്ക് കിട്ടൂല. കാരണം ഒരു ബലിമൃഗത്തെ അറുക്കുക എന്നത് ഒരു ഇബാദത്താണ്, അറിവും ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് ഉളുഹിയ്യത്തിന്റെ പണം മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന മറ്റു നാടുകളിലേക്ക് അയക്കുന്ന ആളുകൾ കിട്ടുകയില്ല. മാത്രമല്ല ഇബാദത്ത് മഹ്ബൂബത്തുൻ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിലേക്ക് വലിയ പുണ്യമുള്ള, അല്ലാഹുവിലേക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഇബാദത്ത് കൂടിയാണ്. മാത്രമല്ല മഖ്സൂദത്തുൻ ബിദ്ദാത്ത്, യഥാർത്ഥത്തിൽ ഉളുഹിയ്യത്തിന്റെ അടിസ്ഥാനമായ ലക്ഷ്യവും അതുതന്നെയാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ നമ്മുടെ നാടുകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പല ഉത്തരേന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ആളുകളുണ്ടാവും. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മളെക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങളൊക്കെ വസിക്കുന്ന നാടാണ് അവിടെയൊക്കെ പലതുള്ളത്. പക്ഷെ അവിടെയുള്ള പല ആളുകളും എന്താ വെച്ചാൽ ഇബാദത്തിലൊന്നും ഇവർ കൃത്യമായ നമ്മുടെ നാടിനെ പോലെ കണിശതയില്ലാത്ത, പ്രത്യേകിച്ച് നമസ്കാരം പോലും കൃത്യമായി കൊണ്ട് നിർവഹിക്കാത്ത ആളുകളാണ് അവിടെയുള്ള മഹാഭൂരിപക്ഷം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന നഗ്നമായ ഒരു ദുഃഖ സത്യമാണ്. അതിന്റെ അർത്ഥം അവർക്ക് കൊടുക്കാൻ ഹറാമാണെന്നല്ല, പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉളുഹിയ്യത്ത് അയാളുടെ കൈകൾ കൊണ്ട് അറുത്ത് അതിൽ നിന്ന് അയാൾ ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഫക്കുലു മിൻഹ എന്നുള്ള പറഞ്ഞതുപോലെ ആ ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരന്മാർ, ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ ഇതിൽ ഏറ്റവും മുന്തിയ തരം ഉരുവിനെയാണ് നമ്മൾ അറുക്കേണ്ടത്. പ്രവാചകൻ 4 തരം ഗൈബുകൾ, 4 തരം ന്യൂനതകൾ ഉളുഹിയ്യത്ത് മൃഗത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അർബഉൻ ലാ തജൂസു ഫിൽ ലഹായ, 4 തരം മൃഗങ്ങളെ ഉളുഹിയ്യത്ത് അറുക്കാൻ പാടില്ല. ഒന്ന് അൽ ഔറ ഉൽ ബയ്യിനു ഔറുഹ, കണ്ണിന്റെ രോഗമുള്ള, കണ്ണിന് കോങ്കണ്ണുള്ള, അതല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും അസുഖമുള്ള മൃഗമാണെങ്കിൽ അതിനറുക്കാൻ പാടില്ല. അതൊരു ഐബാൻ, ഒരു ന്യൂനതയാണ്. ന്യൂനതകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടുള്ള മൃഗത്തെയാണ് അറുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു മരീദത്തുൽ ബയ്യിനു മർദുഹ, രോഗമുള്ള മൃഗങ്ങൾ. മൃഗത്തിന്റെ അങ്ങനെ രോഗമുണ്ടെന്ന് അറിയാം. ഒന്നുകിൽ അതിന് ശക്തമായ ചൂടുണ്ടാവും, അതല്ലെങ്കിൽ ക്ഷീണമുള്ള മൃഗങ്ങൾ, അതുപോലെ തന്നെ ഉന്മേഷക്കുറവുണ്ടാവും. ഇങ്ങനെ അതിൽ ഭക്ഷണം കഴിക്കുന്നത് കുറവുണ്ടാവും, തീറ്റ പറ്റേ കുറവാണ്. അപ്പൊ അതിന് മനസ്സിലാക്കാൻ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ അയബുള്ള ന്യൂനതകളുള്ള മൃഗങ്ങൾ ഒരിക്കലും ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. അതുപോലെ തന്നെ അർജ ഉൽബയ്യുന, എല്ലുന്തിയ, മാംസം തീരെ ഇല്ലാത്ത ഒരു എല്ലുംകൂലിയായ ചാവാലിയായ മൃഗത്തെ ഇറക്കാൻ പാടില്ല. വൽ കബീറത്തുല്ലത്തി തൻഖി, അതുപോലെ തന്നെ ആ എല്ലുകൾക്കുള്ളിൽ മജ്ജയില്ലാത്ത, അങ്ങേയറ്റം പ്രായം ചെന്ന, വലിയ പ്രായം ചെന്ന, നല്ല മൂത്ത് നരച്ച മൃഗങ്ങൾ ഇറക്കാൻ പാടില്ല. നല്ല ഷാബായി യുവത്വമുള്ള
എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ആകർഷകത്വം തോന്നുന്ന രീതിയിലുള്ള മൃഗങ്ങളെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അള്ളാഹ് പറഞ്ഞെന്താ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന, കണ്ടാൽ തന്നെ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ബിർറ് കിട്ടുക. അതല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് തന്നെ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ ഒരു ഭംഗിയും തോന്നാത്ത ആ മൃഗങ്ങൾ ഒരിക്കലും ഉളഹിയത്തിന് അറുക്കാൻ പാടില്ല. അതുകൊണ്ട് ഉരുവിനെ വാങ്ങുന്ന ആളുകൾ ആ കാര്യം പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഉളഹിയത്തിന് മൃഗങ്ങൾക്ക് ആവശ്യമായ പ്രായം തികയണം. പ്രവാചകൻ പറഞ്ഞു, ലാ തദൂഹു ഇല്ലാ മുസിന്ന, മുസിന്നത്തിനല്ലാതെ നിങ്ങൾ അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രായം തികഞ്ഞതിനല്ലാതെ. എന്താ അതിന്റെ പ്രായം? ആട് വർഗത്തിനാണെങ്കിൽ 1 വയസ്സ് തികയണം. ഒരാൾ ഒറ്റയ്ക്ക് ആടിനിറക്കുകയാണെങ്കിൽ 1 വയസ്സ് തികഞ്ഞ് അറുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാട് വർഗ്ഗങ്ങളിൽപ്പെട്ടതാണെങ്കിൽ, അഥവാ പോത്ത്, അതുപോലെ തന്നെ പശു, കാള പോലുള്ളതാണെങ്കിൽ അത് 2 വയസ്സ് തികയുകയും ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികയുകയും വേണം. ഇത് പ്രായം തികയുകയും അതുപോലെ തന്നെ എന്നാൽ അങ്ങേയറ്റം പ്രായം എത്തുകയും ചെയ്യാത്ത ഒരു മധ്യവയസ്കരുള്ളതിനാണ് അറുക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അമർന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തശ്രിഫൽ ഐന വൽ ഉദ്ന. ഒരു ബലിമൃഗത്തെ വാങ്ങുമ്പോൾ പ്രവാചകൻ നിങ്ങളുടെ പ്രത്യേകമായി കൊണ്ട് കൽപ്പിക്കാറുണ്ട്, അതിന്റെ ചെവിയും അതിന്റെ കണ്ണും അതിന്റെ പല്ലുകളുമൊക്കെ ശരിക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉളഹിയത്തിന്റെ മൃഗത്തെ വാങ്ങാൻ പാടുള്ളൂ. അതേസമയത്ത് നമുക്ക് സാധാരണയൊക്കെ കൊണ്ട് അറിവിനാണെങ്കിൽ, നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള അറിവിനാണെങ്കിൽ ഇത് പറയുന്ന നിബന്ധനകളൊന്നുമില്ല. പക്ഷെ അത് അള്ളാഹുവിന്റെ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിന് പ്രത്യേകമായ കൽപ്പനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംബന്ധിച്ച് സൂറത്ത് ഹജ്ജിൽ പറഞ്ഞ നമുക്കാണ്, വൽബുദന ജഅൽനാഹ മിൻ ശആയിരില്ലാ. ഈ ബലിമൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു അള്ളാഹുവിന്റെ ചിഹ്നമായി നിശ്ചയിച്ചിരിക്കുന്നു. ഫിഹ ഖൈറുൻ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഖൈറുണ്ട്. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ സവാഫ, നിങ്ങൾ അതിനെ സവാഫായിക്കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. ഈ സവാഫ് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളെ സാധാരണയായിക്കൊണ്ട് നമുക്ക് അറിയാം, ഒട്ടകങ്ങൾ അറുക്കുന്നത് കിടത്തിക്കൊണ്ടല്ല, ഒട്ടകത്തെ കിടത്തി ഇറക്കാൻ കഴിയില്ല. അപ്പൊ സവാഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടത് കാല് വലത് കാലുമായി കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് നിങ്ങൾ അറിവ് നടത്തേണ്ടത്. അതാണ് സവാഫ് എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ സവാഫ. സവാഫ എന്ന് പറഞ്ഞാൽ ഒട്ടകം നിൽക്കുമ്പോൾ ആ ഒരു ഇടത്തെ കാലിനെ വലത്തെ കാലുമായി കൊണ്ട് കൂട്ടിക്കെട്ടി 3 കാലിൽ നിർത്തുക എന്നാണ് തഫ്സീറിൽ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കിൽ 2 കാലുണ്ടാവും, മുന്നത്തെ 2 കാലുകളും ഒന്നാക്കി അത് കൂട്ടിക്കെട്ടിയിട്ടാണ് അതിനെ അറക്കേണ്ടത്. പ്രവാചകൻ അങ്ങനെയാണ് അറുത്തത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ 90-ലധികം ഒട്ടകങ്ങളെ അറുത്തു എന്നൊക്കെ ഹദീസിൽ കാണാം. ഇതിങ്ങനെയാണ് സഹാബത്ത് കെട്ടി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തി കൊണ്ട് അതിന്റെ ആ കഴുത്തി ഇങ്ങനെ കുത്തി പോവുക, അങ്ങനെയാണ് അറിവ് നടത്താറുള്ളത് ഒട്ടകങ്ങൾ. അതേസമയത്ത് മറ്റു മൃഗങ്ങളാണെങ്കിൽ അതിനെ കിടത്തിയിട്ടാണ് ഇറക്കുന്നത്. പക്ഷെ ഒട്ടകത്ത് കിടത്തി ഇറക്കാൻ കഴിയില്ല. അത് അള്ളാഹു പറഞ്ഞു, ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹി സവാഫ. എന്നാൽ ഫഇദാ വജബത് ജുനൂബുഹ, നിങ്ങൾ അതിൽ നിന്ന് അത് പാർശ്വഭാഗങ്ങൾക്ക് വീണ് കഴിഞ്ഞാൽ ഫക്കുലു മിൻഹ, നിങ്ങൾക്കതിൽ ഭക്ഷിക്കാം. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ, ആവശ്യമുള്ള ചോദിച്ചു വരുന്ന ആളുകൾക്ക് നിങ്ങൾക്കതിൽ ഭക്ഷണം കൊടുക്കാം. അപ്പൊ ചോദിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവിടെ മതം ജാതിയൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉളഹിയത്തിന്റെ മൃഗം ആരാവശ്യപ്പെട്ടു വന്നാലും അതിൽ നിന്ന് കൊടുക്കാം. അതിൽ അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം, മുസ്ലിം ആയവർക്ക് കൊടുക്കാം, മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം എന്നതാണ് ഈ ഹദീസ് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. വഅത്ഇമു അൽ ഖാനിഅ വൽ മുഅ്തറ കദാലിക സഖർനാഹ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങളൊക്കെ നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ഇപ്രകാരം ഇത് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അപ്പോൾ ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉളഹിയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ മാനസികമായും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മളെല്ലാവരും നടത്തണം. അള്ളാഹു സുബ്ഹാനഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഉളഹിയത്തിന്റെ മാംസം അതിന്റെ വീതം വെക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. وإذا وجبت جنوبها فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട്. അതായത് ഉളഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് ഒരു ഭാഗം
അറിവ് നടത്തിയ ആളുകൾക്ക് എടുക്കാവുന്നതാണ്. മറ്റു 2 ഭാഗങ്ങളും അവർ സ്വതക്ക ചെയ്യുകയോ അതല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ നിന്ന് സ്വതക്ക ചെയ്യുകയോ ചെയ്യാം എന്നാണ് പണ്ഡിതന്മാർ സാധാരണയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് എത്ര എടുക്കാമെന്നുള്ളത് ഓരോ നാട്ടിലെയും സാധാരണ ഉറഫ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ആ ഉളുഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് അയാൾ ഭക്ഷിക്കണം, ആ ഭക്ഷിക്കൽ നിർബന്ധമാണ് എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ആ കൗൽ അത്ര പ്രായോഗികമല്ല. കാരണം അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഹജ്ജിന്റെ സന്ദർഭങ്ങളിലും അതുപോലത്തെ മറ്റു ചില സന്ദർഭങ്ങളിലൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് പലപ്പോഴും സാധ്യമാകാതെ വരും. അതേസമയത്ത് കഴിയുന്ന ആളുകൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്ന് സ്വതക്ക കൊടുക്കുകയും ചെയ്യും. ഇതിനൊക്കെ ബലികർമ്മത്തിൽ പങ്കാളികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ആരൊക്കെ ഭക്ഷിക്കുന്നുണ്ടോ ആ ഭക്ഷിക്കുന്നതിന്റെ ഒക്കെ പുണ്യം ഈ ഉളുഹിയത്ത് നടത്തിയ മനുഷ്യൻ ലഭിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വളരെ പുണ്യകർമ്മമുള്ള വളരെ പുണ്യമായ ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അമർനി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖൂമ അലാ ബുദ്നിഹി. ചിലപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയാണ് തന്റെ ബലിമൃഗത്തെ അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. അങ്ങനെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു അൻ അഖ്സിം ലുഹൂമഹ, അതിന്റെ മാംസങ്ങളൊക്കെ സാധാരണക്കാർക്ക് വീജിത്ത് കൊടുക്കാനും, വജുലൂദഹ, അതിന്റെ തോലും സാധാരണക്കാരായ ആളുകൾക്ക് സദഖ കൊടുക്കാനും, വജിലാലഹ, ജിലാൽ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല തണുപ്പും ചൂടുള്ള കാലഘട്ടമായതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില മൃഗങ്ങൾക്ക് മുകളിൽ അതിനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ല കട്ടിയുള്ള വസ്ത്രങ്ങൾ ആ മൃഗത്തെ അണിയിപ്പിച്ചിരുന്നു. ചൂടിൽ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അതാണ് ജിലാൽ എന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ മൂടുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ ആ മൃഗവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടോ അതൊക്കെ തന്നെയും ആളുകൾക്ക് സ്വതക്ക കൊടുക്കണം. അഥവാ തോല് വിറ്റ് അതിന്റെ പൈസ സാധാരണക്കാർക്ക് കൊടുക്കുക, അതിന്റെ എല്ലുകൾ വേണമെങ്കിൽ വിറ്റ് അത് സാധാരണക്കാർക്ക് അതിന്റെ പൈസ കൊടുക്കാം. അതല്ലാതെ റസൂൽ പറയാം അത് മിസ്കീന്മാർക്കാണ്, അഥവാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ നിന്ന് പണം കൊടുക്കാം. അതേസമയത്ത് ജസാറിന് അഥവാ അതിന് അറിവ് നടത്തിയ ആളുകൾക്ക് ഇതിൽ നിന്ന് കൂലിയായി കൊടുക്കാൻ പാടില്ല. അയാൾ മിസ്കീനാണെങ്കിൽ ഈ ഇറച്ചിയിൽ നിന്നും അതേപോലെ തന്നെ ഓഹരി വേണമെങ്കിൽ കൊടുക്കാമെന്നല്ലാതെ അവിടെ കൂലി നിശ്ചയിക്കുമ്പോൾ ഈ ഇറച്ചിയുടെ പണം കൂടി നിശ്ചയിച്ചതിന്റെ കൂലിയായി നിശ്ചയിക്കുന്ന രീതി പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കൃത്യമായി കൊണ്ട് കാണാൻ കഴിയുമ്പോൾ സഹോദരന്മാരെ പറഞ്ഞൊരു ചുരുക്കം ഇതാണ്, ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള ഇബാദത്താണ്. നമുക്ക് എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ, അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേറെ ഏതിലും ഷെയർ അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലല്ലോ. നോമ്പിലാണെങ്കിൽ, നിസ്കാരത്തിലാണെങ്കിൽ, സക്കാത്തിലാണെങ്കിൽ ഒന്നും ഷെയർ കൂടാന്നുള്ള രീതിയില്ല. ഒക്കെ അപ്പനപ്പനെ നിർവഹിക്കുക. പക്ഷെ ഉളുഹിയ്യത്തിൽ ഷെയർ കൂടണം എന്തിനാണ്? അങ്ങനെയെങ്കിലും ആളുകൾ ഇതിലൊരു പങ്കാളിത്തം ഉണ്ടാകട്ടെ, കഴിയുന്ന രീതിയിലെങ്കിലും ആളുകൾ ഇതിൽ പങ്കാളികളാകട്ടെ എന്നത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു മഖ്സദ് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മീ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ. തീർത്താൻ തീരാത്ത കടബാധ്യതകളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.